നമസ്കാരം. നവരാത്രി ഉത്സവം സെപ്റ്റംബർ 30, ഒക്ടോബർ 1, ഒക്ടോബർ 2 എന്നീ തീയതികളിലാണ് നടക്കുന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇന്ത്യയിലുള്ള എല്ലാ ക്ഷേത്രങ്ങളിലും എല്ലാ വീടുകളിലും ഈ നവരാത്രി ഉത്സവത്തിന് തുടക്കം കുറിച്ചു. ചില സ്ഥലങ്ങളിലെല്ലാം ബൊമ്മകൾ വെച്ച് കൊലുബൊമ്മ എന്ന് പറയും, കൊലുബൊമ്മ വെച്ച് ധാരാളം വീടുകൾ അലങ്കരിക്കപ്പെട്ടിട്ടുണ്ട്. വർഷത്തിൽ ഒരിക്കൽ ഈ അമ്മയുടെ മുന്നിൽ, സരസ്വതി ദേവിയുടെ മുന്നിൽ, വിജ്ഞാനത്തിനു വേണ്ടിയും അറിവിനു വേണ്ടിയും നാം പ്രാർത്ഥിക്കുകയാണ്. കലാകാരന്മാരും ഗവേഷകരും വിദ്യാർത്ഥികളും ഒക്കെ തന്നെ ആർക്കെല്ലാം അറിവ് ആവശ്യമുണ്ടോ അവരെല്ലാവരും ഈ അമ്മയെ നമിക്കുകയാണ്. ആദ്യത്തെ നവരാത്രി എന്ന് പറയുമ്പോൾ ആദ്യത്തെ 3 ദിവസം ദുർഗാദേവിക്കും, അടുത്ത 3 ദിവസം ലക്ഷ്മി ദേവിക്കും, അതിൻ്റെ അടുത്ത ദിവസം 3 ദിവസം സരസ്വതി ദേവിക്കുമാണ് മഹാത്മ്യം. ദേവിമാരെല്ലാവരും ഒന്നാണെങ്കിലും ഈ 3 ആശയത്തിലാണ് നാം നവരാത്രി ആഘോഷിക്കുന്നത്. സെപ്റ്റംബർ 30 അന്ന് പൂജ വയ്ക്കാം. 1-ാം തീയതി ദുർഗാഷ്ടമിയാണ്. അന്ന് നമ്മുടെ വിദ്യാഭ്യാസം ആരും ബുക്കെടുത്ത് വായിക്കത്തില്ല, ഉപകരണങ്ങളൊന്നും വായിക്കത്തില്ല, പൂജയ്ക്ക് വയ്ക്കുകയാണ്. അപ്പോൾ 1-ാം തീയതി പൂജയ്ക്ക് ഇരുത്തുന്നു. അന്ന് മൗനമായി നാം ഇരിക്കുന്നു. എല്ലാം ദേവി പഠിക്കട്ടെ, ദേവി വായിക്കട്ടെ. 2-ാം തീയതി രാവിലെ വിജയദശമിയുടെ അന്ന് നാം പൂജ എടുക്കുന്നു. പൂജ എടുക്കുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്? പൂജ എടുത്ത് ദീപാരാധന കൊടുത്തു കഴിയുമ്പോൾ അമ്മയുടെ മുൻപിൽ നാം വായിക്കാനുള്ളത് വായിക്കുക. അല്പം നമ്മുടെ പുസ്തകം എടുത്ത് കുറച്ച് വായിക്കുക. കഥകൾ വായിക്കാം, നോവലുകൾ വായിക്കാം, എഴുത്തുകാർക്ക് വായിക്കാം, റിസർച്ച് സ്കോളേഴ്സിന് എന്തും ചെയ്യാം. വാദ്യോപകരണങ്ങൾ വായിക്കുന്നവർക്ക് ആദ്യം ഒരു 5 മിനിറ്റ് ആ താളം അമ്മയെ കേൾപ്പിക്കാം. അപ്പം അങ്ങനെ വിജയദശമിയോട് കഴിയുമ്പോൾ ഈ നവരാത്രി ഉത്സവം അവസാനിക്കും. എന്തായിരുന്നാലും ക്ഷേത്രങ്ങളിൽ അല്ലെങ്കിൽ വീടുകളിൽ നാം പൂജ വയ്ക്കുന്നത് നല്ലത് തന്നെയാണ്. പ്രത്യേകിച്ച് നമ്മൾ പൂജ വയ്ക്കുന്നത് വീടുകളിലായാൽ കൊള്ളാം. വീടുകളിൽ വലിയ ചിലവൊന്നുമില്ല. സരസ്വതി ദേവിയുടെ ചിത്രവും അതിനോടനുബന്ധിച്ചുള്ള പൂജാ ഉപകരണങ്ങളും എന്താണ്, വെറ്റ, പാക്ക്, അരി, പൂക്കൾ, അത്ര മാത്രമേ ആവശ്യമുള്ളൂ. അമ്മയുടെ മുൻപിൽ ആ അഷ്ടമിയുടെ അന്ന് നമ്മുടെ പുസ്തകങ്ങൾ, നമ്മുടെ വാദ്യോപകരണങ്ങൾ, അങ്ങനെ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം അമ്മയുടെ മുന്നിൽ സാക്ഷാംഗം സമർപ്പിക്കുക. അമ്മേ, ഇതാണ് ഞാൻ പഠിക്കുന്നത്, എനിക്ക് അറിവും ജ്ഞാനവും ഒക്കെ തന്ന് എൻ്റെ മറവിയെല്ലാം മാറ്റി നല്ല ഒരു ബുദ്ധി തരണേ എന്ന് പ്രാർത്ഥിക്കുകയാണ് വിജയദശമിയുടെ ദിവസം. അപ്പോൾ എല്ലാവർക്കും ഈ പൂജ വയ്പ്പിന് അവരവരുടെ പുസ്തകങ്ങൾ ദേവിയുടെ മുന്നിൽ വയ്ക്കുക. അതുപോലെ വാദ്യോപകരണങ്ങൾ വയ്ക്കുക. എഴുത്തുകാർക്ക് അവരുടെ പേന വയ്ക്കാം, ഉപകരണങ്ങൾ വയ്ക്കാം. അതായത് ജോമെട്രി ബോക്സ് വരയ്ക്കുന്നത് എന്ത് വേണമെങ്കിലും അമ്മയുടെ മുന്നിൽ വയ്ക്കാം. അങ്ങനെ വെച്ച് ആ ഒരു ദിവസം അമ്മയുമായി ലയിച്ച് പ്രാർത്ഥനാ ഗീതങ്ങളുമായി ലയിച്ച് ഇരിക്കുന്നതായിരിക്കും നല്ലത്. ഒക്ടോബർ 2 പൂജ എടുക്കുന്നത്. അന്ന് രാവിലെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അമ്മയുടെ മുന്നിൽ ഇതെല്ലാം വായിച്ചുകൊണ്ട് അമ്മയുടെ അനുഗ്രഹം തേടുക എന്നുള്ളതാണ് ഈ നവരാത്രി ഉത്സവത്തിൻ്റെ ലക്ഷ്യം. അപ്പോൾ എല്ലാവരും വീടുകളിൽ തന്നെ ഒരു സരസ്വതി ദേവിയുടെ ചിത്രവും ഒരു അല്പം അമ്മയ്ക്ക് കൊടുക്കുവാനുള്ള വിഭവങ്ങൾ, പഴങ്ങൾ കൊടുക്കാം, പലഹാരങ്ങൾ കൊടുക്കാം, എന്ത് വേണം കൊടുക്കാം, അവൽ പൊരി ഒക്കെ കൊടുക്കാം. അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ഇതെല്ലാം കൊടുത്തുകൊണ്ട് അമ്മയെ നല്ലപോലെ പ്രാർത്ഥിക്കുക. വിജ്ഞാനം തരട്ടെ, അറിവ് തരട്ടെ. എല്ലാവർക്കും, ഈ പൂജയിൽ പങ്കെടുക്കുന്നവർക്കും ചിലപ്പോൾ പങ്കെടുക്കുവാൻ സാധിക്കാതെ മനസ്സിൽ പ്രാർത്ഥിക്കുന്നവരും കാണാം. അവർക്കെല്ലാം അമ്മ നല്ലത് വരട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. എല്ലാ നവരാത്രി ആശംസകളും നിങ്ങൾക്ക് ഏവർക്കും നേർന്നുകൊള്ളുന്നു. നവരാത്രി ഉത്സവത്തോട് പ്രധാനമായ ഒരു കാര്യം പറയുവാനുള്ളത്, നമുക്ക് കലാസമ്പന്നമായ ഒരു അന്തരീക്ഷമാണ് നവരാത്രി മഹോത്സവം നമുക്ക് നൽകുന്നത്. ഒരു സാംസ്കാരികവും സാമൂഹികവുമായ ഒരു ഉത്സവമാണ് നവരാത്രി ഉത്സവം. കലയുടെ സൗന്ദര്യം, ധാർമ്മിക മൂല്യങ്ങൾ എന്നിവയെല്ലാം ഒരുമിച്ച് നൽകുന്ന ദേവിയാണ് സരസ്വതി ദേവി. അതുകൊണ്ട് തന്നെ കലാകാരന്മാർ വളരെ വിശേഷമായി ഈ കാലത്ത് പ്രാർത്ഥിക്കുന്നു, പല ക്ഷേത്രങ്ങളിലും പോയി വണങ്ങുന്നു. ഇതിലുപരി കുട്ടികൾക്ക് വിദ്യാരംഭം കുറിക്കുന്നത് വിജയദശമി ദിവസമാണ്. ശ്രേഷ്ഠ കലാകാരന്മാർ, എഴുത്തുകാർ, അധ്യാപകർ ഇവരെല്ലാം തന്നെ കുട്ടിയുടെ നാവിൽ ആദ്യാക്ഷരം ഓം ഹരിശ്രീ ഗണപതയെ നമഃ എന്ന് സ്വർണ്ണ
നാണയം കൊണ്ട് അല്ലെങ്കിൽ സ്വർണ്ണ നാരായം കൊണ്ട് കുട്ടികളുടെ നാവിൽ എഴുതി കൊടുക്കാറുണ്ട്. അങ്ങനെ ആദ്യാക്ഷരം കുറിക്കുന്ന ദിവസമാണ് വിജയദശമി ദിവസം. ഇന്ന് നമ്മുടെ കുട്ടികളെ എഴുത്തിനിരുത്തുന്നവർ ദയവായി വീട്ടിലോ ക്ഷേത്രത്തിലോ മൂകാംബിയെ തന്നെ പോകണമെന്നില്ല, അല്ലെങ്കിൽ ചോറ്റാനിക്കര പോകണമെന്നില്ല, കണിച്ചിക്കാട് പോകണം, നമ്മുടെ വീട്ടിലായാലും മതി. അവിടെയും നമ്മുടെ ദേവി കൊണ്ട് ദേവി നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മളും ദേവിയോട് ചേർന്ന് നമ്മുടെ കുട്ടികൾക്ക് നല്ലൊരു ഉയർന്ന ഒരു വിദ്യാഭ്യാസം നൽകണേ എന്നുകൂടി പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്.